ഇന്നേ നമുക്ക് പിസ്സ ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം, അതിലേക്ക് 2.5 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിങ്ങനെ നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഉപ്പും ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. 2.5 കപ്പ് മൈദ ഉണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുഴക്കുമ്പോൾ വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ കുഴച്ചിട്ട് അതിന് മേലെ ഒലിവ് ഓയിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-2.5 മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും. അത് ഒന്നും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി പിസ്സ സോസാണ് ഉണ്ടാക്കണേ. അതിലേക്ക് സൺഫ്ലവർ ഓയിലും 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം സവാള, പിന്നെ ഒരു ചെറിയ തക്കാളി, ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് കാശ്മീരി ചില്ലി നമ്മൾ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, പിന്നെ ഉപ്പ്, പിന്നെ ഒറിഗാനോ, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തണുത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. പിന്നെ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കും കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് കുരുമുളക്, ഉപ്പ്, ഇത്രയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്ന പിസ്സ ഡോ എടുത്തിട്ട് 3 ബോൾസ് ആക്കിയിട്ട് ഓരോ ബോൾസും നന്നായി പരത്തി വയ്ക്കുക. സുപ്രീം പിസ്സ ഉണ്ട് ആദ്യം ഉണ്ടാക്കണേ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. പകുതി നമുക്ക് ബാർബിക്യൂ അതിലേക്ക് വേണം. അങ്ങനെ അതിൻ്റെ മേലെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇടയിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണ്ട ഞാൻ. ക്യാപ്സിക്കം, തക്കാളി, സവാള, പിന്നെ ജലപ്പീനോ, പ്രൊണൗൺസിയേഷൻ ശരിയാണോ എന്നറിയില്ല കേട്ടോ. ജലപ്പീനോ എന്നാണ് അതിലെഴുതി കണ്ടത്. ചെറിയൊരു മുളക്, ചെറിയ എരിവും നല്ല ടേസ്റ്റാണ്, ഉപ്പിലിട്ട പോലെ. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് പെപ്പറോണിയാണ്. പെപ്പറോണിക്കും സെയിം സോസാണ് കേട്ടോ യൂസ് ചെയ്യണേ. പെപ്പറോണിയിലും കുറച്ച് ഈ സോസ് ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മളെ മസാല തേക്കണ പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ചീസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയും ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ബാർബിക്യൂണം. ബാർബിക്യൂൻ്റെ സോസ് വാങ്ങിക്കാൻ കിട്ടും, അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെയും ചീസ് ഇട്ട് കൊടുക്കുക. ചിക്കനിലും കുറച്ച് ബാർബിക്യൂ സോസ് മിക്സ് ചെയ്യണം കേട്ടോ. ചിക്കനിലും സവാളയിലും അതും കൂടെ ഇട്ട് കൊടുക്കുക. മേലെ കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ 3 പിസ്സയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്യാനായിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം ഇനി. അപ്പോൾ 220 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലേക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിലേക്ക് ഒരു 15 മിനിറ്റും കൂടെ അത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.